രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ ഒരു പൊന്തൂലാണ്. സൂപ്പർ. ഇപ്പോഴത്തെ ജനറേഷന് ചിലപ്പോൾ ഇതൊന്നും ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഒരു ലൈഫിൽ ലോങ് ലാസ്റ്റിംഗ് ആ മനുഷ്യനെ ഓർക്കാൻ വേണ്ടി ഇത് ഒരെണ്ണം കണ്ടാൽ മതി. മമ്മൂക്കയാണ് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആക്ടർ. അടിപൊളിയല്ലേ? മൊത്തത്തിൽ അടിപൊളിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ ആദ്യമായിട്ടില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് സൂപ്പറാണ്. അതിന് നമുക്ക് മനസ്സിലാവും, അത് നമുക്ക് ഫീൽ ആവില്ല. ഫുള്ള് ക്യാമറ വർക്കും പിന്നെ എല്ലാം കുഴപ്പമില്ല. നല്ല ചേച്ചിയുടെ എക്സ്പീരിയൻസ് ഉണ്ട് ആണല്ലേ? മമ്മൂക്ക എങ്ങനെയുണ്ട് ഈ കഥാപാത്രം? നമുക്ക് സൂപ്പറാണ്. മൊത്തത്തിൽ എങ്ങനെയുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് റിയലി ഗുഡ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ? വെരി ഗുഡ്. ആണല്ലേ? മമ്മൂക്കയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി സൂപ്പർ. 11 ദിവസം ഹൗസ്ഫുൾ ആയിട്ടിരിക്കണം. എങ്ങനെയാണ് അഭിനയം? നല്ല സൂപ്പറായിരുന്നു. ആണല്ലേ? നല്ല അവൻ്റെ പ്രായത്തിനേക്കാൾ ഒരു ഇതായിട്ട് നല്ല വ്യക്തമായി നല്ല ഇതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ഒക്കെ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫസ്റ്റ് ടൈമാണ് ഇപ്പം കാണുന്നത്. ഇങ്ങനെ നല്ലതാണ്. മമ്മൂക്ക ബാക്കി കഥാപാത്രങ്ങളൊക്കെ എങ്ങനെയാണ്? എല്ലാവരും നന്നായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ഒക്കെ? ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ്. നല്ലതായിരുന്നു. ആണല്ലേ? മമ്മൂക്ക മിന്നിച്ചു. സൂപ്പറായി. എങ്ങനെയുണ്ട് ഇന്നത്തെ തിരക്കൊക്കെ? എങ്ങനെയുണ്ട് തിരക്ക്? കുഴപ്പമില്ല, നല്ല തിരക്കുണ്ട്. ആണല്ലേ? സിനിമ എങ്ങനെയുണ്ട്? സൂപ്പറായി. പൊളിച്ചടിക്കോ? പൊളിച്ചടിക്കും. ആണല്ലേ? സൂപ്പറായിരുന്നു. മൊത്തത്തിൽ എങ്ങനെയുണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്? നല്ലതായിരുന്നു. പുതിയ വെറൈറ്റി. എങ്ങനെയുണ്ട് ചേട്ടാ? സൂപ്പർ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു? സിനിമ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി പടം. മമ്മൂക്ക ഞെട്ടിച്ചായിരിക്കും. പിന്നെ ഇന്ന് ഭയങ്കര തിരക്കൊക്കെയാണ്. തിരക്കാണ്. കിടിലം പടമാണ്. നമുക്ക് നല്ല പെർഫോമൻസ് ആണ്. എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല മൂവിയായിരുന്നു. പിന്നെ മമ്മൂട്ടിയുടെ ഒരു ഫണ്ടാസ്റ്റിക് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. മൊത്തത്തിൽ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൊത്തത്തിൽ ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര സൂപ്പർബായിരുന്നു. നമ്മുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? പെർഫോമൻസ് വൈസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. കാരണം 3 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. ഈ 3 പേരെ കൊണ്ട് ഈ പടം ഇത്രയും ഭംഗിയായിട്ട് ഓടുക എന്ന് വെച്ചാൽ അത് നമുക്ക് വാക്കുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് വിവരിക്കാൻ പറ്റാത്തൊരു. നമ്മുടെ മമ്മൂക്ക ഒരു 50 വർഷം ഇവിടെ അഭിനയിക്കാൻ നമ്മൾ ഒരുപാട് പടങ്ങളാണ്. അതിൽ നിന്ന് എന്തായിരിക്കും ഈ ഒരു സിനിമയുടെ വ്യത്യാസം നമ്മൾ കാണുന്നത്? കാരണം ഇനിയിപ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും ഇപ്പം നമ്മൾ മമ്മൂക്ക എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷന് ചിലപ്പോൾ ഇതൊന്നും ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഒരു ലൈഫിൽ ലോങ് ലാസ്റ്റിംഗ് ആ മനുഷ്യനെ ഓർക്കാൻ വേണ്ടി ഇത് ഒരെണ്ണം കണ്ടാൽ മതിയാവും. നല്ല മൂവിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ഒക്കെ? പഴയ കാലത്തെ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയൊക്കെ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ? ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു പ്രമേയം? എനിക്ക് വലിയ ഇഷ്ടമായി. നല്ല ഇതാണ് കോൺസെപ്റ്റ്. ഇപ്പോഴത്തെ ആളുകൾക്ക് ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ എനിക്കിഷ്ടമായി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ആണോ? ഞെട്ടിച്ചാ ശരിക്കും മമ്മൂക്ക? ഇഷ്ടപ്പെട്ടോ? പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടിട്ടുണ്ടോ? ശബ്ദം ഭയങ്കരമാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? മുട്ടി പിന്നെ അറിയാല്ല, എല്ലാം ഓടി വന്നത്. അല്ലെങ്കിൽ വേറെ വല്ലവരാണെങ്കിൽ വരൂല. മമ്മൂക്ക ഉള്ള കാരണമാണ് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ഒന്നും തോന്നിയില്ല. എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഫീലിംഗ് ആയിട്ട് തോന്നിയില്ല. സൂപ്പർ പടം. ഇങ്ങനെ ഒരു ക്യാരക്ടറെ മമ്മൂട്ടിയെ കൊണ്ട് പറ്റുള്ളൂ, വേറെ നടനില്ല. ഞാനിപ്പോൾ 3ാമത്തെ ഷോയ്ക്കാണ് ഫാമിലി ആയിട്ട് വന്നേക്കണേ. സൂപ്പർ പടം. അടിപൊളി. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇത് കാണേണ്ടത്. അത്ര ഗംഭീരം. രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ ഒരു പൊന്തൂലാണ്. സൂപ്പർ. മമ്മൂക്കയാണ് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആക്ടർ. അടിപൊളി തന്നെയായിരുന്നു സിനിമ. നല്ല എക്സ്പീരിയൻസ് തന്നെ തരുന്ന ഒരു സൂപ്പർ സിനിമയായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുമ്പോൾ കാണാൻ പറ്റുന്ന എങ്ങനെയായിരിക്കും എന്നൊക്കെയെന്ന് തോന്നിയായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ സൂപ്പർ തന്നെയാണ്. നമ്മൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഫസ്റ്റ് തുടക്കം ഒന്ന് സിങ്ക് ആവാൻ വേണ്ടി സമയം എടുക്കുമെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശരിക്കും സിനിമയിലകത്ത് തന്നെയാണ്. ആ ഒരു മനയിൽ തന്നെയാണ് നമ്മൾ. അത്രയ്ക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ മമ്മൂക്കയുടെ ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷൻസും സൂപ്പറാണ്. ഒന്നുകൂടെ കാണണം, എന്നാലേ അത് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കാണാൻ പറ്റുള്ളൂ. ആ നല്ല ഹൗസ്ഫുൾ തന്നെയാണ്. എല്ലാവരും എല്ലാ സീറ്റും ബുക്ക്ഡ് ആയിരുന്നു. ഭയങ്കര അടിപൊളി സിനിമ തന്നെയാണ്.